കെ മധു നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ കെ മധു, നേരത്തെ പറഞ്ഞു തുടങ്ങുകയായിരുന്നു പ്രൊഫസർ എം കെ സാനു എന്ന വൻമരത്തെക്കുറിച്ച്. അതെ, ഞാൻ തുടങ്ങിയത് അതായിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് കൗമാരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു സാമൂഹിക ജീവിതമാണ് എം കെ സാനുവിൻ്റെത്. അന്ന് ഞാൻ പറഞ്ഞത് അതാണ്. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടവിഭവം വിളമ്പി വെച്ചുകൊണ്ട് കാത്തിരുന്ന ഒരു അമ്മയുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പോലും പ്രസാധകത്വത്തിന്റെ തുടക്കം എന്ന് ആ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായും മനസ്സിലാവും. കാരണം മാതൃഭാവത്തിന്റെ ആ സ്നേഹവും കരുതലും എല്ലാം ആ കൃതികളിൽ, ആ വാക്കുകളിൽ പ്രസാദ പൂർണിമ നിറയ്ക്കുന്നു എന്നുള്ളിടത്താണ് എം കെ സാനുവിന്റെ ഏറ്റവും പ്രധാനമായ കഴിവുകളിൽ ഒന്നായി പിന്നീട് മലയാളം അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ ഇപ്പോൾ പറഞ്ഞു. അതിൽ വിട്ടുപോയ ഒന്ന് എനിക്ക് തോന്നുന്നു ബഷീർ ഒരു അവധൂതൻ എന്ന പുസ്തകം കൂടി അതിലുണ്ട്. ചെങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പുസ്തകത്തെ പറ്റി ഒരുപാട് പറഞ്ഞു. നാരായണ ഗുരുസ്വാമികളെ പറ്റി പറഞ്ഞു. പി കെ ബാലകൃഷ്ണന് ശേഷം ഗുരുവിനെ തൊടാൻ ധൈര്യപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ കൂടിയാണ് എം കെ സാനു. ഈ ജീവചരിത്രങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത അത് ആ എഴുത്തുകാർ, ആ ജീവചരിത്രത്തിന് ആധാരമായ മഹത് വ്യക്തികൾ അവരുടെ കാലങ്ങളുമായി കൂടി സാനു മാഷ് സംവദിച്ചു എന്നുള്ളിടത്താണ്.